കാർഷിക സർവകലാശാല പഠനക്കാട് കാർഷിക കോളേജിൽ മലബാർ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി. ഇത്തവണ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തിയുമായി സഹകരിച്ച് മാമ്പഴമാകട്ടെ ലഹരി എന്ന ആശയത്തിലാണ് ഫെസ്റ്റ് നടത്തുന്നത്. മേളയിൽ മാമ്പഴ ഇനങ്ങളായി ചക്കരക്കുട്ടി, അൽഫോൻസോ, ഹിമാപസന്തോ, കാലാപ്പാടി, കേസർ, മൽഗോവ, മാണിക്യം, കുരങ്ങ് മൽഗോവ, മല്ലിക, ബങ്കനപ്പള്ളി, സിന്ദൂരം, നിലം, ഗുദാത്, മൂവാണ്ടൻ, നടശാല, തിൽപ്പസന്ത, ലഡു, പഞ്ചവർണം, റുമാനി, പ്രിയൂർ, ബാംഗ്ലോര, കുറ്റ്യാട്ടൂർ എന്നിവയാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ 2 ദിനം പിന്നിടുമ്പോൾ 2 ടണ്ണോളം മാങ്ങകളാണ് വിറ്റുപോയത്. കേരള കാർഷിക സർവകലാശാല പഠനക്കാട് കാർഷിക കോളേജിൻ്റെ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2025. ഇത് നമ്മുടെ 18ാമത് മാംഗോ ഫെസ്റ്റാണ്. ഇവിടെ എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും നമ്മൾ കർഷകർക്കായിട്ടും നാട്ടുകാർക്കായിട്ടും പല വിപണനത്തിന് മാമ്പഴങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ തൈകൾ ഒരുക്കിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പുതുതായി കൊണ്ടുവന്ന ഒരുപാട് നൂതന കൃഷി രീതികൾ കർഷകരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ മുഖ്യ ആകർഷണമായ ഹിമാപസന്ത്, ബങ്കനപ്പള്ളി എന്നിവയും നമ്മൾ കുറച്ചുകൂടി അധികമായി ഒരുക്കിയിട്ടുണ്ട്, നാട്ടുകാർക്ക് കൂടുതൽ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത്തവണ കേരള എക്സൈസ് വകുപ്പുമായി ചേർന്നിട്ട് മാമ്പഴമാകട്ടെ ലഹരി എന്നൊരാശയം നാട്ടുകാരിലോട്ടും യുവത്വത്തിലോട്ടൊക്കെ എത്തിക്കാനുള്ളൊരു ശ്രമം കൂടിയാണ് ഇത്തവണ നമ്മുടെ മലബാർ മാംഗോ ഫെസ്റ്റ് മധുരം 2025 എന്ന് പറയുന്നത്. ബങ്കനപ്പള്ളി, പഞ്ചവർണം, കുറ്റ്യാട്ടൂർ, നടശാല, ഹിമാപസന്ത് തുടങ്ങിയവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. തൈവിൽപ്പന നഗരിയിൽ മാവിനങ്ങളായ ഫിറാങ്കിലുടുവ, മിർക്കുറി, ചന്ദ്രക്കാരൻ മുതലായവയ്ക്കും പ്ലാവിനങ്ങളിൽ വിയറ്റ്നാം എർലിക്ക തുടങ്ങിയവയാണ് കൂടുതൽ വിൽപ്പന നടക്കുന്നത്. ഫെസ്റ്റിൽ ഒരുക്കിയ ഫുഡ് കോർട്ട്, കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം, അഗ്രോ ക്ലിനിക്കിന്റെ പ്രവർത്തനം എന്നിവയും പ്രധാന ആകർഷണമാണ്. മേളയോടനുബന്ധിച്ച് വിവിധ വിഷയത്തിൽ സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.